ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിതാ ഇതുപോലെ ഇരുന്ന ഡെസ്കിനെ ഇതുപോലെയാക്കി എടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്ന ഒരു ഡെസ്ക് മേക്കോറാണ്. അതുകൊണ്ട് തന്നെ ഇത് എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്കൊരു പിടുത്തവും ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ സേഫ് ആയിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് ഓരോന്നായിട്ട് എടുത്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒഴിവാക്കല്ല, എടുത്ത് മാറ്റണം. ഈ എടുത്ത് മാറ്റുന്ന സാധനങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് വെക്കണമല്ലോ എന്നാലോചിക്കുമ്പോഴാണ് അടുത്ത ടെൻഷൻ. എനിക്കാണെങ്കിൽ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള എല്ലാ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോവാം. കുറേ കാലങ്ങളായിട്ടോ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങിയിട്ട് ഡെസ്ക് മേക്ക് ഓവർ ചെയ്യുമോ എന്നൊക്കെ. പക്ഷേ ഞാൻ എന്താ ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ടേബിളോ കാര്യങ്ങളോ എനിക്ക് സെറ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നല്ലൊരു വൈറ്റ് ടേബിളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഡെസ്ക് മേക്ക് ഓവറൊക്കെ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ടേബിളിൽ വെയിറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഡെസ്ക് മേക്ക് ഓവർ ചെയ്യൂല എന്ന്. ഇപ്പോൾ നിലവിൽ എനിക്കൊരു നോർമൽ ടേബിൾ ഉണ്ട്. ആ ടേബിളിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു വുഡിൻ്റെ പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് സ്റ്റിക്കറൊക്കെ മേടിച്ച് ഒട്ടിക്കാട്ടോ ചെയ്തത്. ഇനി നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ബഡ്ജറ്റ് സെറ്റ് ആവുന്ന സമയത്ത് ഒരു വൈറ്റ് ടേബിളൊക്കെ മേടിക്കാം. അപ്പോൾ അതുവരെയ്ക്കും നമുക്ക് ഉള്ളതുപോലെ ഓണം എന്നുള്ള രീതിയിൽ തന്നെ ആവാം. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ടേബിളിൻ്റെ മുകളിൽ ക്രാഫ്റ്റ് ഐറ്റംസ് മാത്രമല്ല സ്കിൻ കെയർ ഐറ്റംസും കയറി വരാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇതിനെയും ഒന്നെടുത്ത് ഓർഗനൈസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആ കാണുന്ന ട്രേയിലേക്ക് ഞാൻ എല്ലാം നിരനിരയായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ആ ട്രേ എന്താ സംഭവം എന്ന് ഞാൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് പറയാട്ടോ. സംഭവം ഞാനൊരു സ്ഥലത്ത് നിന്ന് അടിച്ച് മാറ്റിയതാണ്. അപ്പോൾ എനിവേസ് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് എനിക്കൊരു ടാസ്ക് കിട്ടി. ഇതാണ് ആ ടാസ്ക്. ഈ ചുരുണ്ട് കൂടി കിടക്കുന്ന ഐറ്റാണ് എൻ്റെ അടുത്ത ടാസ്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ സാധനം. ഇത് വേറൊന്നുമല്ല, ഈ ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ പല വീഡിയോസും ചെയ്യാറുള്ളത്. ഇതുപോലെ നമ്മൾ ബൾബ് ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കെട്ടിക്കൊടുക്കുക ചെയ്യൽ. എനിക്ക് ഈ ലൈറ്റ് ധാരാളമാണ്, അതുകൊണ്ടാണ് ഞാൻ വേറെ ലൈറ്റൊന്നും മേടിക്കാത്തത്. അപ്പോൾ ഇതൊരു 5-10 മിനിറ്റ് എടുത്തിട്ട് അതിനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ക്ലീനിങ്ങിലേക്ക് തന്നെ പോവാം. ഈ കാണുന്ന പ്ലാൻ പോട്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അതിപ്പോൾ എൻ്റെ ടൂൾസൊക്കെ വെക്കണ ഹോൾഡറായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സ്കെച്ചിട്ട് വെക്കുന്ന സാധനം ഒഴിവാക്കി പിന്നെ ബാക്കിയുള്ള പെൻ ഹോൾഡേഴ്സും മാറ്റി. ഇനി അടുത്ത സാധനം. ഇത് നിങ്ങൾക്ക് കണ്ടുപരിചയം ഉണ്ടോയെന്ന് അറിയില്ല. ഇതുണ്ടാക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് എനിക്കാകെ 2-3-4 ബുക്കല്ലേ ഉള്ളൂ, ഇതൊക്കെ ധാരാളം. പക്ഷേ ഇപ്പോൾ ആ ബുക്ക് ഹോൾഡറിൻ്റെ കോലൊന്ന് നിങ്ങൾ നോക്കി നിറഞ്ഞു കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന 3-4 ബുക്കേ ഉള്ളൂ. അതൊക്കെ വയ്ക്കാൻ ഇത് ധാരാളമാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഉപയോഗിക്കുന്നത് മാത്രം ഇതിൽ വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ അവക്കേടോ കുട്ടനെയും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം അതാ നമ്മളെ ടേബിൾ ഇതുപോലെയാണ് കിടക്കുന്നത്. ഇനിയാണ് ശരിക്കത്തെ പണി തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ആ വുഡ് ഉണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ എടുത്ത് മാറ്റുന്നത്. എടുത്ത് മാറ്റിയപ്പോൾ കുറച്ച് ചിത്രങ്ങളൊക്കെ കണ്ട്. ഇത് ഞാൻ പണ്ടെങ്ങാനോ വരച്ചതാണ്. അപ്പോൾ അതും കൂടെ നിങ്ങളിന്ന് കാണിക്കാൻ വിചാരിച്ച്. ഇതിൻ്റെ അകത്ത് ചിത്രം മാത്രമല്ല, ഇത് വരച്ച എൻ്റെ പേരും ഒപ്പും കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പോൾ ഇതാ നമ്മളെ വുഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാട്ടോ. ഒറ്റത്തോട്ടത്തിൽ പ്രത്യേകിച്ചൊന്നും കാണൂലെങ്കിലും ഇതുപോലെ കുറേ പാടുകൾ ടേബിളിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ഞാൻ പൊതുവേ ക്ലീൻ ചെയ്യാറ് ഇതേപോലത്തെ സ്ക്രബ്ബർ എടുത്തിട്ട് ഹാൻഡ് വാഷ് വെച്ചിട്ട് നല്ലോണം വരുതും. എന്നിട്ട് നല്ലൊരു തുണി വെച്ചിട്ട് ഫുള്ളും തുടച്ചെടുക്കും കേട്ടോ. ഇനി നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ഈ ട്രേ നമ്മൾ നേരത്തെ കണ്ട ട്രേൻ്റെ ബാക്കിയാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതെന്തിൻ്റെ സംഭവമാണ് എന്ന്. എൻ്റെ വീട്ടിലെ പഴയ ഫ്രിഡ്ജ് ഒഴിവാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് ഞാൻ അടിച്ചു മാറ്റിയതാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചായിരുന്നു. പക്ഷേ ഇത്രയും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നേരത്തെ എൻ്റെ ടേബിൾ കണ്ടപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇനി എവിടെ കൊണ്ട് വെക്കുമെന്ന് ആലോചിച്ചായിരുന്നു. പക്ഷേ നമ്മൾ ഈ ട്രേ കിട്ടിയതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലമായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോന്നും വെക്കുന്നുണ്ട്, അതേപോലെ എടുത്ത് മാറ്റുന്നുണ്ട്. കാണാനൊരു ഭംഗിയുള്ള പോലെയൊക്കെ വെക്കണ്ടേ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പസിൽ കളിക്കും പോലെ എടുത്ത് മാറ്റിയും വെച്ചും കളിക്കുന്നുണ്ട്. അവസാനം നമ്മുടെ ടേബിൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ എൻ്റെ ടേബിൾ കണ്ടിട്ട് ഈ ടേബിൾ ഇപ്പോൾ കാണുമ്പോൾ എന്തൊരു സമാധാനം അറിയോ. ഇനി നമുക്ക് നമ്മളെ വോള് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ജേർണലിംഗ് സെറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നേ ക്ലിപ്പ് ബോർഡ് ചെയ്തതിൻ്റെ ആ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഫ്രെയിം പോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചിത്രമാണ് എനിക്ക് ഏകദേശം ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു രസമില്ല. അപ്പോൾ ഞാനൊരു വൈറ്റ് പേപ്പർ വെച്ചിട്ടൊക്കെ വെച്ച് നോക്കി. ഇനി നമുക്ക് ബാക്കിയുള്ള പിക്ചേഴ്സും കൂടി എടുക്കണം. അപ്പോൾ ഞാനിത് മേടിച്ച കാലം തൊട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് ഇത് പെയിൻറ്റിംഗ് ആണെന്ന്. എന്തായാലും ഇത്രയും നല്ല പെയിൻറ്റിങ് ഞാൻ കീറിയിട്ട് ജേർണലിൽ ഒന്നും ഒട്ടിക്കാൻ പോണില്ല. അപ്പോൾ നമുക്കിതേപോലെ വോളിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് ആ പെയിൻറ്റിങ്ങിൻ്റെ ഭംഗി അങ്ങ് ആസ്വദിക്കാമല്ലോ. അങ്ങനെ നമ്മളതെല്ലാം കൂടെ നമ്മളെ ചുമരിൻ്റെ മുകളിൽ അങ്ങ് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡെസ്ക് മേക്ക് ഓവർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ട കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. കമൻറ്റ് ചെയ്താൽ മാത്രം പോരാ, ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വരണമെങ്കിൽ നിങ്ങൾ ലൈക്കും കൂടെ ചെയ്യണം. അപ്പോഴേ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കണ്ട. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. അപ്പം ശരി, എന്നാൽ ബൈ.